എന്തുകൊണ്ടാണ് കൊലാജൻ ക്രീംസ് അതുപോലെ തന്നെ സിറംസ് ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞത്? നമ്മുടെ സ്കിന്നിൽ ഒരു മോളിക്യൂൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ അത് 500 ഡാൾട്ടനേക്കാൾ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഈ കൊളാജൻ എന്ന് പറയുന്ന സാധനം അതിനേക്കാളും ഒരുപാട് എബോ മോളിക്കുലർ റേറ്റ് ഉള്ളതാണ്. ഇതിന്റെ പെനിട്രേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ട് നിൽക്കും. ഈ ലിമിറ്റഡ് പെനിട്രേഷൻ ഉള്ള സാധനം ഡീപ്പ് ലെയറിൽ പോയി വർക്ക് ചെയ്യേണ്ട കൊളാജനായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? എവിടെ വരെയാണോ ഉള്ളത് അവിടെ വരെ കൊളാജൻ വന്ന് നിൽക്കും. അത് കാരണം എന്ത് ചെയ്യും? ഇതിനകത്തുള്ള മറ്റുള്ള ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് സ്കിന്ന് നല്ല ഹൈഡ്രേഷൻ തരും. ഹൈഡ്രേഷൻ തരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഗ്ലോയും അതുപോലെ ടെമ്പററി ആയിട്ട് ഫൈൻ ലൈൻസ് റിങ്കിൾസും അപ്പിയർ ചെയ്യുന്നത് കുറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് കെമിക്കലിന്റെ പിറകെ പോവാതെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. നല്ല രീതിയിൽ കൊളാജൻ ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സൺസ്ക്രീൻ കാരണമാണ് ഒരു പരിധിവരെ നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ അൺനാച്ചുറൽ ആയിട്ട് നശിച്ചു പോകുന്നത്. അതായത് സൺറൈസും നമ്മുടെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഈ ചോദിക്കുന്ന ഡൗട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പൊ ടാറ്റ.